ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വീക്ഷ്ണ ദി ആർട്ട് വേൾഡ്. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പാടങ്ങളിലൊക്കെ നല്ല സുലഭമായിട്ട് ലഭിക്കുന്ന മരൽ ഫിഷ് അല്ലെങ്കിൽ ബ്രാല്, വരാൽ എന്നൊക്കെ പറയുന്ന മീൻ കൊണ്ടുള്ള ഒരു നാടൻ മീൻ കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ഇനിയും നമ്മളിടുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അതുപോലെ ചാനലിൽ പോയിട്ട് എല്ലാ വീഡിയോസും ഇതുവരെയുള്ള വീഡിയോസൊക്കെ കാണുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. ഇപ്പോൾ വീഡിയോ ഒന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ വീടിന് ചുറ്റും പാടമാണ്. അപ്പോൾ നമുക്ക് മീൻ പിടിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് വെള്ളം പൊങ്ങിയിട്ടുള്ള സമയമായതുകൊണ്ട് ഫിഷിങ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് വേണ്ട മീനൊക്കെ നമുക്കിങ്ങനെ പിടിച്ച് കറി വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു 4-5 മീനാണ് ഇതിപ്പോൾ ഒരു 2-2.5 കിലോയോളം വരും. അപ്പോൾ ഞാനിതിലൊരു 2 മീൻ എടുത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ മാത്രമാണ് ഇതിൻ്റെ ചെളിയുടെ സ്മെല്ലും അങ്ങനത്തെ അഴുക്കൊക്കെ മാറിക്കിട്ടുക. അപ്പോൾ കഴുകി നന്നായിട്ട് തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മളിതിൻ്റെ തലയും നമ്മൾ എടുക്കും. ഇതിലെ വേസ്റ്റ് ഭാഗങ്ങളെല്ലാം ഒഴിവാക്കി ബാക്കിയുള്ള പാർട്സൊക്കെ നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സാധാരണ പോലെ മൺചട്ടി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ അതിലേക്ക് ഞാൻ മാങ്ങയും അതുപോലെ തേങ്ങാപ്പാലും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ ഈ മീൻ എപ്പോഴും മുളകിടുന്നതാണ് എല്ലാവരും ചെയ്യാറ്, പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ച് നോക്കിയപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. പിന്നെ ഒരു വലിയ തക്കാളി, അതുപോലെ 2 വേപ്പിലയുടെ തണ്ട്, കുറച്ച് പെരിഞ്ചീരകം, ഒരു ഹാഫ് തേങ്ങയാണ് ഞാനിവിടെ തേങ്ങാപ്പാലിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇഞ്ചി, അതുപോലെ ചുവന്നുള്ളിയും കൂടി ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു 2 എണ്ണം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കറി താളിക്കുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചതച്ച് ഇതിലേക്ക് ഇടുക. അതിനുശേഷം പച്ചമുളക് 2 എണ്ണം ഉള്ളത് അത് 2ആയിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളെടുക്കുന്ന മാങ്ങ മൂവാണ്ടൻ മാങ്ങയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക മീൻ കറികളെല്ലാം ഇടുമ്പോൾ. അപ്പോൾ ഞാനതുകൊണ്ട് ഒരു മുഴുവനായിട്ടുള്ള മൂവാണ്ടൻ മാങ്ങയാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. അത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. വലുതായി മുറിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് ഇപ്പോൾ കറിയിൽ നേരത്തെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞു പോവും. അതുകൊണ്ട് നമ്മളൊന്ന് കറി ഒന്ന് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പം മാങ്ങ ഞാനിപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് പുളിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത്യാവശ്യം നന്നായിട്ട് പുളിയുള്ള ഒരു കറിയാണിത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചിയും ചുവന്നുള്ളിയും പച്ചമുളകും അതുപോലെ മാങ്ങ ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ആ ഒരു തക്കാളി മുഴുവനായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലയാണ് ഏറ്റവും നല്ലത്. നമുക്ക് കറിവേപ്പിലയിലാണ് ഏറ്റവും കൂടുതലായിട്ട് മരുന്ന്, അതായത് വിഷാംശം അടങ്ങിയിട്ടുള്ള മരുന്നൊക്കെ തെളിച്ചിട്ട് വരുന്നത്. വെജിറ്റബിളിൻ്റെ മുകളിലെല്ലാം അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയിലാണ് ഏറ്റവും കൂടുതലായിട്ട് അത് ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് കറിവേപ്പിലെങ്കിലും നമ്മൾ എല്ലാ കറിയിലും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ ഉണ്ടായിട്ടുള്ള കറിവേപ്പില വെച്ചിട്ടാണ് എല്ലാ കറികളും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ടു. അതിന് ശേഷം കുറച്ച് 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ മഞ്ഞൾപ്പൊടി ഞാനൊരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, അതിലേക്കൊരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഞാനൊരു എത്രയാണ് മുളക് എടുത്ത് അതിനേക്കാളും 1 ടീസ്പൂൺ കൂടുതലായിട്ടാണ് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നത്. ഇത് ഞാൻ മുളക് ഇട്ടിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ മല്ലിയുടെ അളവ് കുറവാണ് എടുക്കുക. ഞാനിപ്പോൾ തേങ്ങ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ തേങ്ങ നേരിട്ട് അരച്ചിട്ട് ചേർക്കുന്ന കറിയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന അളവ് ഇങ്ങനെയാണ്. 3 ആണെങ്കിൽ ഇപ്പോൾ എത്രയാണ് മുളക് അതിനേക്കാളും 1 ടീസ്പൂൺ കൂടുതൽ മല്ലിപ്പൊടി എടുക്കും. പിന്നെ നമ്മൾ മുളക് ഇടുന്ന കറിയാണെന്നുണ്ടെങ്കിൽ, തേങ്ങ ആഡ് ചെയ്യാത്ത കറിയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ മുളക് പൊടി എത്രയാണോ അതിൻ്റെ പകുതിയാണ് മല്ലിപ്പൊടി ചേർക്കാറ്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനൊരു ലെമൺ സൈസിൽ ഏകദേശം ഒരു ചോറുള്ള വലിപ്പത്തിലുള്ള ഒരു പുളിങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി നമ്മുടെ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം.
അപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് മാക്സിമം, അതായത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഞാനൊരു ലെമൺ സൈസിലാണ് ഇതിലേക്ക് പുളിങ്ങ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. പുളിങ്ങ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പുളി കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഇതിലിപ്പോൾ മാങ്ങയുടെ പുളി ഓൾറെഡി ഉണ്ടാവും, അതുകൊണ്ട് ഞാനൊരു ലെമൺ സൈസിലുള്ള പുളിങ്ങ എടുത്തത്. അപ്പോൾ നമുക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് എരിവും പുളിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി പ്രിപ്പറേഷനൊക്കെ ഈ രീതിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കിട്ടും. നമ്മൾ ഏറ്റവും അവസാനമാണ് നമ്മുടെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മീനൊന്ന് നന്നായിട്ട് വേവാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിപ്പോൾ നമ്മുടെ ഫിഷും അതുപോലെ കറിയും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മുടെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഹാഫ് തേങ്ങാപ്പാൽ നന്നായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പക്ഷേ മിക്സ് ചെയ്യുമ്പോൾ ഫിഷ് വെന്ത് കഴിഞ്ഞതായതുകൊണ്ട് ഉടഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് മിക്സായി ഒന്ന് സെറ്റായതിന് ശേഷം 1 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറി താളിക്കാനായിട്ട് പോവാം. നമ്മുടെ ഇവിടെ കറി വറുത്തിടുക എന്നാണ് പറയുന്നത്. അപ്പോൾ കറി വറുത്തിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ കറി വറുത്തിടുന്ന ആ ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എപ്പോഴും നമ്മൾ മീൻ കറിക്ക് ഉപയോഗിക്കാറ്. അപ്പോൾ അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ അതിലേക്ക് നമ്മുടെ ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മുടെ വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് താളിക്കാം. ഇനി നമുക്ക് ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതപ്പോൾ നമ്മുടെ നാടൻ ബ്രാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ തന്നെ 1 മിനിറ്റ് അടച്ചു വെച്ച് നല്ല ഒരു സ്മെല്ലൊക്കെ ഇതിൽ തന്നെ പിടിക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സെർവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ വെക്കാം. എന്നാലും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നാടൻ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ്, നാടൻ മീൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.